തിരുവനന്തപുരം കിളിമാനൂരിൽ അജ്ഞാത വാഹനം ഇടിച്ച് ചേണിക്കുഴി സ്വദേശി രാജൻ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. ഇടിച്ചത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനം. CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമെന്ന് കണ്ടെത്തിയത്. വാഹനം ഓടിച്ചത് അനിൽകുമാർ ആണോ എന്നും അന്വേഷിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഹാൻസ് ജോണോട്. ഹാൻസ്, എന്താണ് ലഭിക്കുന്ന വിവരം ഈ ഘട്ടത്തിൽ? ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4-നും 5-നും ഇടയിലായിരുന്നു. ഈ കൂലിപ്പണിക്കാരനായിട്ടുള്ള രാജനെ ഈ കിളിമാനൂർ സംസ്ഥാന പാതയിൽ വെച്ചിട്ട് ഒരു അജ്ഞാത വാഹനം ഇടിക്കുകയും തത്സമയം അദ്ദേഹം അവിടെ ചോര വാർന്ന് മരിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തൊന്നും ഈ വാഹനം ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പിന്നീട് രാജന്റെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇടിച്ച വാഹനം പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. CCTV അടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് അദ്ദേഹം തന്നെയാണ്, അനിൽകുമാർ തന്നെയാണ് ഓടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റാരെങ്കിലും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷിക്കാനുണ്ട്. പക്ഷേ അനിൽകുമാർ ആണ് വാഹനം ഓടിച്ചതെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇടിച്ചിട്ട വാഹനം പാറശാല SHO ആയിട്ടുള്ള അനിൽകുമാറിന്റേതാണെന്നാണ്. തുടരന്വേഷണം നടക്കുകയാണ്. വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അരുണ്യ. ശരി, ഹാൻസ് ജോണാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.